പ്രതികളെ പിടികൂടാനെത്തിയ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയും ആക്രമണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ അവസാന പ്രതിയും പിടിയിൽ. കോഴിക്കോട് പൂവാട്ടുപറമ്പ് സ്വദേശി ഹർഷാദ് എന്ന സാബുവാണ് വയനാട് വെച്ച് മാവൂർ പോലീസിന്റെ പിടിയിലായത്. കേസിലെ മറ്റു 4 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. പാലക്കാട് സ്വദേശിയായ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യമായി കോടികൾ ആവശ്യപ്പെട്ട കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ പിടികൂടാനാണ് ജൂലൈ 13 പാലക്കാട്ടെ SIT സംഘം കോഴിക്കോട് എത്തിയത്. പ്രതികളായ 5-അംഗ സംഘം പെരുവയിൽ കൊടശ്ശേരി താഴത്തെ വില്ലയിൽ വെച്ച് പോലീസുകാർക്ക് നേരെ സ്ഫോടന വസ്തു എറിഞ്ഞും ആക്രമിച്ചും രക്ഷപ്പെടാൻ ശ്രമിച്ചു. 5 പ്രതികളിൽ 4 പേരെ മാവൂർ പോലീസ് അന്നു തന്നെ പിടികൂടി. ആ സമയം പൂവാട്ടുപറമ്പ് സ്വദേശിയായ അർഷാദ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 11-ാം തീയതി പോലീസിനെ ആക്രമിച്ചൊരു കേസുണ്ടായിരുന്നു. അതിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ 4 പേരെ നമ്മൾ ഓൾറെഡി അറസ്റ്റ് ചെയ്തു. അന്ന് തന്നെ ഇവനത് പോലീസിനെ ആക്രമിച്ചവിടുന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായത്. അപ്പോൾ അവൻ രാജ്യം, മൈസൂർ, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഒളിവിൽ കഴിയായിരുന്നു. ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ലായിരുന്നു. അങ്ങനെയാണ് ആവശ്യമായ ഇൻഫർമേഷൻ കിട്ടിയവൻ വയനാട് റിസോർട്ടിലുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സ്ക്വാഡംഗങ്ങളും പിന്നെ കമ്മീഷണർ സ്ക്വാഡംഗങ്ങളും നമ്മുടെ പോലീസുകാർ കൂടെ പോയി അവനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒളിവിൽ പോയ അർഷാദിനെ കണ്ടെത്തുന്നതിനായി മാവൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ആഴ്ച ഇയാൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും പോലീസിനെ കണ്ടതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. പിന്നീടാണ് ഇയാൾ വയനാട്ടിലെ ഒരു റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയാണെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. വിവരമറിഞ്ഞ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചു. റിസോർട്ടിൽ തിരച്ചിലുമായി എത്തിയ പോലീസ് സംഘത്തെ കണ്ടതോടെ പ്രതി വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ മാവൂർ പോലീസും ക്രൈം സ്ക്വാഡും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പിടിയിലായ അർഷാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. നേരത്തെ കാപ്പ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പ്രതിയാണ് അർഷാദ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.